എന്നോട് ഒരു കസ്റ്റമർ ചോദിച്ചാണ് കേട്ടോ, നിങ്ങളും ആരാൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെന്നല്ലേ ഇത് വിൽക്കണത്? ഇമോഷണലി സത്യം പറയാലോ നല്ല സങ്കടമായി പോയി. അപ്പം എനിക്ക് മനസ്സിലായി, നമ്മളെ കസ്റ്റമേഴ്സിൽ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തൊരു പലരുണ്ട്. ഇതില്ലേ എൻ്റെ മോളാണ് റൂഹ. അതിലാർക്കും കള്ളം പറയാൻ പറ്റില്ലല്ലോ, അവളമ്മ ഞാൻ തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്ന കയ്യും കാലും ഒക്കെ ഞങ്ങൾ തന്നെയാണ്. ഇത് നമ്മളെ സ്വന്തം റൂമാണ് കേട്ടോ. ആ റൂമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ വെറുതെ വാങ്ങിച്ചല്ല, പൈസ എടുത്ത് വാങ്ങിച്ചാണ്. നിന്നിട്ടുള്ള ലാഭം മാത്രമല്ല, ഇത് നമ്മളെ കൈമൊന്നും കൂടി പൈസ ഇറക്കിയിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. കുറേ ഐറ്റംസ് നമ്മളിങ്ങനെ വാങ്ങിച്ച് വിൽക്കുകയാണ്, നമ്മളടുത്ത് സ്റ്റോക്ക് തീരരുത് വെച്ചിട്ട്. ഈ ഐറ്റംസ് ഒക്കെ കൂടി കൂട്ടിയാൽ കുറേ ലക്ഷങ്ങളുടെ മുതലുണ്ടാവും. പിന്നെ ഈ പേജ് എൻ്റെ മോളതാണ്. ഇതാണ് ആദ്യം ഉണ്ടായ പേജ്. ഇതിന്റെ ബാക്കിൽ വന്ന പേജാണ് ഈ റൂഹ ജ്വല്ലേഴ്സ്. ഇതിൽ 700 സംതിങ് പോസ്റ്റുകളുണ്ട്, 41K ഫോളോവേഴ്സും ഉണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ല. ഇത്രയും പോസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ 10 ഫസ്റ്റത്തെ ഒരു മാസം ഞങ്ങൾ തന്നെ ഇരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് പാക്കിങ്ങും കാര്യങ്ങളും ഞാനും എൻ്റെ ഹസ്ബൻഡും. പിന്നീട് ഞങ്ങൾക്ക് പാക്കിങ്ങിനും അഡ്രസ്സ് ചെയ്താനോ മെസ്സേജ് റീഡ് ചെയ്യാനോ കാണാം ഒക്കെ ഡിസ്പാച്ച് ചെയ്യണത് നമ്മളാണ്, വേറെ ആരും ഇല്ല കേട്ടോ. ഈ ഐറ്റംസ് ഒക്കെ സൈസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. ഈ റൂഹ ജ്വല്ലേഴ്സ് നമ്മളെ തന്നെ ബ്രാൻഡാണ്. എന്നിട്ട് ആ കസ്റ്റമറിന് എങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയറിയില്ല. അവരുദ്ദേശം എന്താ അറിയാം, ഒരു പണിയില്ലാതെ വേറൊരാളെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസിൽ ഇട്ടിട്ട് ഒരു കസ്റ്റമറിന് കൊടുക്കുക, അതും അവരെ പ്രൈസിനല്ലാതെ അതിൽ നിന്നൊരു 50 രൂപയും കൂടി കൂട്ടി വാങ്ങിച്ചിട്ട് ആ കസ്റ്റമറിന് കൊടുക്കുക, അതും ഡയറക്റ്റ് ഇവരെടുത്ത് നിന്ന് സാധനം പോണ രീതിയിൽ. അപ്പൊ ഈ നടുവിലിരിക്കണ ഞമ്മക്ക് എന്തായി, ഒരു പണിയില്ലാതെ വെറുതെ ഒരു 50 രൂപ കയ്യിൽ കിട്ടണം. ഷിപ്പിംഗ് ചാർജ് ഇല്ല, പാക്കിംഗ് ഇല്ല, സാധനം വാങ്ങിക്കണ്ട, ഒന്നും അറിയണ്ട, ഫോട്ടോസ് എടുക്കണ്ട, എഡിറ്റ് ചെയ്യണ്ട. അങ്ങനല്ലേ ഇങ്ങളെന്ന് ചോദിച്ചാല് ഞമ്മക്ക് സത്യം പറഞ്ഞ സങ്കടം വരൂലേ? ഒരാളെ പറ്റി എല്ലതും അറിയണം എന്നില്ലല്ലോ ഒരാൾക്ക്. അപ്പൊ അറിയാത്തോണ്ടാവും നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ലടോ, ഇപ്പൊ ഷോപ്പിന്റെ മാർക്കും കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ഓൺലൈൻ മാത്രമാണ്, പക്ഷേ ഓഫ്ലൈനായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. നിങ്ങൾ ബുദ്ധി ഉള്ളവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വേറൊരാൾ ചെയ്ത വീഡിയോസും ഫോട്ടോസും എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഷോപ്പ് വരെ നമ്മൾ എത്തുമോ?